இதுக்கு இது ஃப்ரீயா, இதுக்கு இது ஃப்ரீயா, இதுக்கு இது ஃப்രീயா, ഇതുക്കും ഇത് ഫ്രീയാ. ഹലോ MBC ഫാമിലി, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ഏതനും ഇസാമയ്ക്കും സ്കൂളിലോട്ട് കൊടുത്തു വിടാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നതിനെക്കുറിച്ച് ഒരു വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അതൊരു ഉപകാരമാകുമെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുട കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് വന്നിട്ട് നമുക്കൊരു നമ്മളിപ്പോൾ മഴയത്ത് നിന്നൊക്കെ കയറി വരുമ്പോഴത്തേനും കുട മടക്കി നമ്മളൊരു സൈഡിൽ വെക്കുമ്പോൾ അവിടെയൊക്കെ വെള്ളം ആകത്തില്ല. ഇത് അങ്ങനെയൊന്നും ആകത്തില്ല. ഇതിന് ഏതനിട്ട പേര് കുപ്പിക്കുട എന്നാണ്. ഇത് കണ്ടോ, നമുക്ക് കുപ്പി കണക്കിരിക്കുന്നത്. നമ്മളിത് വിരിച്ച് ഇങ്ങനെ ഉപയോഗിച്ച് തീരുമ്പം മഴയൊക്കെ കൊള്ളുമല്ലോ. മഴയൊക്കെ വീണ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മടക്കി നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് വെക്കുന്ന ടൈമിൽ നമുക്കിതിങ്ങനെ അടച്ചു വെച്ചാൽ വെള്ളമൊന്നും അവിടെ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് വീഴത്തില്ല. ഓക്കെ, അപ്പോൾ അത് ഇസാമയ്ക്കും ഒന്ന് വാങ്ങും. ഇത് ഏതെൻ്റെത്, ഇത് ഇസാമയുടേത്. റേറ്റ് വന്നിട്ട് 228 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഓക്കെ, പെർ പീസ് 228 രൂപ. അടുത്ത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയൊരു ബാഗാണ്. ഇസാമയ്ക്ക് യൂണിക്കോണിൻ്റെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഏതെന്നെ ഒരു ബ്ലൂ കളർ വേറൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട്. ഇസാമയ്ക്ക് യൂണിക്കോൺ ഒരു ക്രൈസാണ്. എല്ലാം യൂണിക്കോണിൻ്റെ തന്നെ വേണമെന്നാണ് ആൾക്ക്. അപ്പം ഇത് വന്നിട്ട് ഇച്ചായൻ ഇതാര് വാങ്ങിയിട്ട് വന്നത്? ഇച്ചായൻ പുറത്തുനിന്ന് വന്നപ്പോഴത്തേനും കൊണ്ടുവന്നതാണ്. ഇസാമയ്ക്ക് യൂണിക്കോണിൻ്റെ ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് വന്നതാണ്. ഇത് നമുക്ക് ഈ ബാഗിൻ്റെ കൂടെ കിട്ടിയതല്ല. നമുക്ക് ബാഗിൻ്റെ കൂടെ കിട്ടിയ വേറൊരു ഐറ്റം ഉണ്ട്. നമുക്കൊരു വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ നല്ല ക്വാളിറ്റിയാണ്, കൊള്ളാം. കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ കഴുത്തിലിങ്ങനെ തൂക്കിയിട്ടിട്ട് നമുക്ക് നടക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൽ 2 ഡ്രോ ഉണ്ട്. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. പിന്നെ അതുപോലെ ടെക്സ്റ്റ് ബുക്ക്, ഇത്രയും ടെക്സ്റ്റ് ബുക്ക് ഇസാമയ്ക്ക് കിട്ടിയതാണ്. ഇത്രയും ടെക്സ്റ്റ് ബുക്ക് ഇസാമയ്ക്ക് കിട്ടിയതാണ്. ഞാൻ പിന്നെ പേടിച്ചിരുന്നു ചെറിയ അളവായി പോകുമോ അങ്ങനെ. പിന്നെ അതുപോലെ നല്ല അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കൊക്കെ വെക്കാൻ പറ്റുന്ന അളവിനാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഈ ബാഗിൻ്റെ കൂടെ കിട്ടിയൊരു ഡയറിയാണ്, ഒരു കുഞ്ഞ് ഡയറിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പെൻസിൽ പൗച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പെൻസിൽ, സ്കെയില്, റബ്ബർ കട്ടർ എല്ലാം യൂണിക്കോണിൻ്റെ മറ്റേ ഈ പിക്ചറൊക്കെ വെച്ചിട്ട് എല്ലാം ഈ ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ പൗച്ച്. ഇതിങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മാജിക് പെന്നും പിന്നെ നിക്ക് അമ്മ കാണിച്ചു കൊടുക്കാം. പിന്നെ വന്നിട്ട് അതാ കണ്ട, എല്ലാം യൂണിക്കോണിൻ്റെ പെൻസിൽ, റബ്ബർ, കട്ടർ എല്ലാം യൂണിക്കോണിൻ്റെത് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 481 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഏതെനും ഏകദേശം ആ റേറ്റിൽ തന്നെയാണ് വാങ്ങിയത്. ഒരു ബ്ലൂ കളർ ബാഗ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഏതിനു വേണ്ടി വാങ്ങിയ ബാഗ്, സ്പേസിൻ്റെ ബാഗ്. ആൾക്ക് ഇപ്രാവശ്യം എല്ലാം സ്പേസിൽ പിടിച്ചിരിക്കുകയാണ്. എല്ലാം സ്പേസിൻ്റെത് ഓർഡർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ സ്പേസിൻ്റെ ബാഗ് ഓർഡർ ചെയ്തപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് കിട്ടിയ ഗിഫ്റ്റൊക്കെ സ്പൈഡർമാൻ്റെതാണ്. എന്നാലും ആൾക്ക് സ്പൈഡർമാനെ ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ വലിയ കാര്യമാക്കിയില്ല അല്ലേ കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം എല്ലാ ടെക്സ്റ്റ് ബുക്കും ഒക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും ടെക്സ്റ്റ് ബുക്സാണ് അതിന് കിട്ടിയത്. സ്കൂളിൽ നിന്ന് ഇത്രയും ടെക്സ്റ്റ് ബുക്ക് കിട്ടി, അതൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഒരു ഡ്രോയുണ്ട്. നമുക്ക് ഇതാണ് ഈ ബാഗിൻ്റെ കൂടെ കിട്ടിയ പൗച്ച്. അതിൻ്റെ കൂടെ നമുക്ക് സ്പൈഡർമാൻ്റെ തന്നെ എല്ലാ പെൻസില്, റബ്ബർ, കട്ടർ, പിന്നെ ഏതിനും 3 പേര് കിട്ടിയിട്ടുണ്ട്. 3 മാജിക്, ഒരു ടോയ് പെൻ പോലെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു പെൻസിലാണ്. നമുക്ക് പണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഊരിയൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആ ഒരു ടൈപ്പ് പെൻസിലാണ്.
പിന്നെ ഇത് വന്നിട്ടൊരു ബാറ്റ്മാൻ്റെ പെന്നും ഇതൊരു സ്പൈഡർമാൻ്റെ പെന്നും. ഇതിന് ഏകദേശം 475 അങ്ങനെ ആ റേറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പിക്ചർ പോലെ മുകളിൽ കൊടുക്കാം. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. വരും. പിന്നെ നമുക്ക് ഈ ബാഗിന്റെ കൂടെ കിട്ടിയതാണ് സ്പൈഡർമാൻ്റെ വാട്ടർ ബോട്ടിൽ. അത് നമ്മള് ഇവിടെ ഇങ്ങനെ നിൽക്കണം അല്ലേ കൂട്ടാ? ഇവിടെ ഓ അവർക്ക് ടെക്നിക്ക് അറിയാവും. ഇത് നമ്മളിങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ഇതിങ്ങനെ നിൽക്കുമ്പോൾ അത് ഓപ്പൺ ആയി വരും. എന്നിട്ട് നമുക്കത് വെള്ളം കുടിക്കാം. അപ്പം ഇതും ഈ ബാഗിന്റെ കൂടെ നമുക്ക് കിട്ടിയതാണ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ മാഡത്തിന്? പിന്നെ ഇസാമിക്കൊരു പെൻസിൽ ബോക്സ് അവളുടെ ചാച്ചൻ വാങ്ങിച്ചു കൊടുത്തതുകൊണ്ട് ഞാനൊരു പെൻസിൽ ബോക്സ് കുട്ടന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. സ്പേസിൻ്റെതാണ്. കണ്ടോ, ലൈറ്റ് കത്തുന്ന ടെക്നിക്ക്. ഓക്കെ. അപ്പം ഇതിനകത്ത് വേറൊരു സീക്രട്ട് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കറണ്ട് പോയാലും നമുക്കിരുന്ന് ലൈറ്റൊക്കെ കത്തിച്ച് പഠിക്കാൻ പറ്റും. ഇവിടെ ഏതെങ്കിലും പഠിക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. എന്നാലും ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. കൂട്ടം പഠിക്കുമോ? പഠിക്കുമെന്ന് പറ, ആളുകൾ കേക്കട്ടെ. പിന്നെ നമുക്കിതിങ്ങനെ അല്ല, പറയുന്നതും കേൾക്കും. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ നമുക്ക് വേറെ കട്ടർ വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിലിങ്ങനെ ചെറിയ പെൻസിലും വെട്ടാൻ പറ്റും, വലിയ പെൻസിലും വെട്ടാൻ പറ്റും. ഓക്കെ, അതെ. അപ്പം ഇതിത്രയാണ് ബാഗിനകത്തുള്ള സംഭവങ്ങൾ. കുപ്പി കാണിച്ചെന്നോ? കുപ്പിയും പെൻസിൽ ബോക്സും എല്ലാം കാണിച്ചല്ലോ. പിന്നെ നമ്മള് ഇത് ഏതെന്റെ ഫോട്ടോയൊക്കെ വെച്ച് നെയിം സ്ലിപ്സ് ആണിത്, കാണുന്നുണ്ടോ? പിന്നെ ഇതൊക്കെ വന്നിട്ട് ഇസാമയുടെ ഫോട്ടോസ് വെച്ച് നെയിം സ്ലിപ്സ് ആണ്. നമ്മളിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് 30 പീസിന് 120 രൂപയേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള സ്റ്റുഡിയോയിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. 30 പീസിന് 120 രൂപയേ ഉള്ളൂ. കൊച്ചുങ്ങളുടെ ഒരു ആഗ്രഹം, നമ്മളത് നിറവേറ്റി കൊടുക്കുന്നു. പിന്നെ വന്നിട്ട് ഇസാമിക്ക് ബ്ലൂ കളർ യൂണിഫോമാണ്. അപ്പോൾ ബ്ലൂ കളർ നമുക്ക് റിബൺ വേണം, മുടിയിൽ കെട്ടി കൊടുക്കാനായിട്ട് ബ്ലൂ കളർ റിബൺ വേണം. അതങ്ങനെ ഞാനൊരു 4 സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ബ്ലൂ കളർ റിബൺ 4 സെറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ്, പിന്നെ നമുക്ക് ഇത്രയും നോട്ട്ബുക്സ് വേണം. ഏതൻ 3ാം ക്ലാസ്സിലും ഇസാമ LKGയിലുമാണ്. ഇസാമ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാം ഇസാമയ്ക്കുണ്ട്. അപ്പം ഇത് ഇത്രയും ഇതന്നെ, ഇത്രയും നോട്ട്ബുക്സ് ആണ്. എല്ലാം ക്ലാസ്മേറ്റിൻ്റെ നോക്കിയാണ് വാങ്ങിച്ചത്. ഇല്ലാത്തത് മാത്രം 2-3 ഡോംസിൻ്റെത് വാങ്ങിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഈ 18 നോട്ട്ബുക്സ് വാങ്ങിയപ്പോൾ നമുക്കായത് 440 രൂപയാണ് നമുക്ക് ബുക്സ് മാത്രം വാങ്ങാനായിട്ട് ആയത്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം എല്ലാവരും വാങ്ങിച്ചു കാണുമെന്ന്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ എന്തുവായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും. ഇത് വന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, പിന്നെ ഈ നോട്ട്ബുക്കിനേക്കാളും കുറച്ച് വലിയൊരു സൈസിലുള്ള ടെക്സ്റ്റ് ബുക്കോ നോട്ട്ബുക്കോ, കിങ് സൈസ് നോട്ട്ബുക്കൊക്കെ നമുക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് ഇത് നല്ല എളുപ്പമാണ്. മറ്റേ നമ്മൾ ബൈൻഡ് പേപ്പർ വാങ്ങണം, നമ്മൾ വെട്ടണം, സ്റ്റാപ്ലർ ചെയ്യണം, അങ്ങനെയൊക്കെ. ഇതാകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഇത് വന്നിട്ട് നമ്മളിങ്ങനെ ബുക്കിൻ്റെ അളവിനെടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതിലൊരു ഗമ്മുണ്ട്, ആ ഗമ്മ് പോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേനും നമുക്കത് പെട്ടെന്ന് തന്നെ ബൈൻഡായി കിട്ടും ബുക്കൊക്കെ.
അപ്പം ഇത് വന്നിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ട് ബുക്കിലൊട്ടിക്കും. ഇത് വന്നിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങാൻ പറ്റും. ഞാൻ പിക്ചർ മുകളിൽ കൊടുക്കാം. റേറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇനി ഈ ബുക്കൊക്കെ ഇരുന്ന് ബൈൻഡ് ചെയ്യണം. 1-2 ഒക്കെ ഞാൻ ബൈൻഡ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ അളവൊന്ന് ഞാൻ ബൈൻഡ് ചെയ്ത് നോക്കിയായിരുന്നു. അത് ഓക്കെയാണ്. നമുക്ക് നന്നായിട്ട് ഒട്ടിച്ച് ബൈൻഡ് ചെയ്ത് എടുക്കാനും പറ്റുന്നുണ്ട്. നല്ല സ്പീഡിൽ ബൈൻഡ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. ഇനി നമ്മൾ വാങ്ങിയിരിക്കുന്നത് കുറച്ചല്ല, ഏതെങ്കിലും ഒരു സ്കൂൾ ഷൂവും ഇസാമയ്ക്ക് ഒരു സ്കൂൾ ഷൂ ആണ് വാങ്ങിയിരിക്കുന്നത്. ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ് ഗൈസ്. ഇത് ഫ്രീയാ. ഇതിൻ്റെ അകത്ത് ഒരു കമ്മൽ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ചെരുപ്പ് വാങ്ങിച്ചപ്പോഴത്തേനും. സമയം ഇത് അമ്മയുടേത് അവിടെ. ഓക്കെ. പിന്നെ വന്നിട്ട് നമുക്ക് ഇത് ഏതെൻ്റെ ഷൂസാണ്. അപ്പോൾ ഇതൊരു ഫാൻസി ചെരുപ്പാണ്. ഇതിന് 450 രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്. അത് പൊട്ടിപ്പോയതാണ്. അപ്പോൾ അമ്മയ്ക്ക് അത് തന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അമ്മ വീണ്ടും വാങ്ങിച്ചു. ഇത് ഏതെൻ്റെ സ്കൂൾ ഷൂസാണ്. ഏതെൻ്റെ 7 വയസ്സാണ്. അപ്പോൾ അവന് 2 സൈസാണ് ഷൂസ് എടുത്തിരിക്കുന്നത്. ഇതിന് 420 രൂപയാണ്. ഇത് നമ്മൾ കൊല്ലത്തുള്ള ലുലു ഫാക്ടറി സെയിൽ, അങ്ങനെ ഒരു നമ്മൾ ഹോൾസെയിൽ കട പോലെയൊക്കെ ഉള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ്. 420 രൂപയാണ് ഷൂസിൻ്റെ റേറ്റ്. ഇത് ഫ്രീയാ. പിന്നെ ഇത് ഇസാമയ്ക്ക് 4 വയസ്സാണ്. ഇസാമയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 9 സൈസിലുള്ള ഷൂസാണ് എടുത്തിരിക്കുന്നത്. അത് കുഞ്ഞു കുട്ടികളുടെ സൈസിൽ വരുന്ന 9 സൈസിലെ ഷൂസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വന്നിട്ട് 250 രൂപയാണ് റേറ്റ്. ഇത് ഫ്രീയാ. ഒരു ഷൂ വാങ്ങുമ്പോഴത്തേനും നമുക്കൊരു സോക്സ് ഫ്രീ കിട്ടും. ഇനി നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഓക്കെ കാണിച്ചു കൊടുക്കാം. ഇസാമ സോക്സ് എടുക്കും. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ കുറച്ച് സോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഷൂസിൻ്റെ കൂടെ ഇടാനായിട്ട്. അപ്പോൾ ഓരോന്നിൻ്റെ 30 രൂപ റേറ്റ് ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഈ ഇരിക്കുന്ന ഐറ്റംസൊക്കെ വാങ്ങിയത് നമ്മൾ കൊല്ലത്ത് അക്ഷയ ഫാബ്രിക്സ് ഉണ്ട്. നമ്മൾ സ്ഥിരം അതൊരു ഹോൾസെയിൽ കടയാണ്. അപ്പം നമുക്ക് റേറ്റ് കുറച്ചും കിട്ടും. അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നല്ലതാണ്. അപ്പോൾ സോക്സും ഈ കാണുന്ന ഐറ്റംസും എല്ലാം നമ്മൾ അവിടെ കൊല്ലം അക്ഷയ ഫാബ്രിക്സ് എന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇസാമയ്ക്ക് യൂണിഫോമിൻ്റെ അടിയിലിടാനായിട്ട് കുറച്ച് പെറ്റിക്കോട്ട്സ് വാങ്ങിയിട്ടുണ്ട്. അത് 65 രൂപയാണ്. പെർ പീസ് 65 രൂപ. അങ്ങനെ ഒരു 6 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത്രയും 6 എണ്ണം വാങ്ങി. പിന്നെ വന്നിട്ട് ഏതിന് ഇതുവരെയും യൂണിഫോം കിട്ടിയില്ല. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളമൊക്കെ ആൾക്ക് ചിലപ്പോൾ കളർ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടേണ്ടത്. അപ്പോൾ അവന് ഇടാൻ വേണ്ടിയിട്ട് ഒരു 3 നിക്കറും ഒരെണ്ണത്തിന് 145 രൂപ, അത്ര റേറ്റേ ഉള്ളൂ. 3 നിക്കറും പിന്നെ ഇത് ഫ്രീയാ. ഓക്കെ. പിന്നെ നമ്മൾ 3 നിക്കർ വാങ്ങിച്ചിട്ട് ഒരു 6 ടീഷർട്ട് വാങ്ങിച്ച്. അതാകുമ്പോഴത്തേനും അവന് ഇടാം. ഏതെങ്കിലും പാൻറ് ഷർട്ട് അതൊന്നും അത്ര വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിക്കറും ടീഷർട്ടും ഒക്കെ ആകുമ്പോഴത്തേനും അവന് ഇടുമല്ലോ. അങ്ങനെ ഒരു 6 ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1 2 3 4 ഗ്രീൻ അതെൻ്റെ ഫേവറേറ്റ് കളറാണ്. പിന്നെ 5 ആണോ കൂട്ടാ കിട്ടിയില്ല. 6. കാരണം നമ്മൾ റേറ്റ് കുറവുള്ളത് നോക്കിയതുകൊണ്ട്. ഇസാമയുടെ ഫേവറേറ്റ് കളർ പിങ്ക് ആണ്. പിന്നെ ഏതിൻ്റെ കുറച്ച് ഫേവറേറ്റ് കളറൊന്നും
വാങ്ങാൻ പറ്റിയില്ല. കാരണം നമ്മുടെ റേറ്റ് കുറവുള്ളത് നോക്കി കുറവുള്ളതിൽ 26 സൈസിൽ ഈ ഒരു 6 ടീഷർട്ട് നമ്മൾ എടുത്തായിരുന്നു. പിന്നെ വന്നിട്ട് വാങ്ങിയത് അവർക്കൊരു ടിഫിൻ ബോക്സ് കാരിയർ വാങ്ങിച്ചായിരുന്നു. വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സ് നമുക്ക് ഇതിനകത്തിട്ടങ്ങ് കൊണ്ടുപോകാമല്ലോ. നല്ല സ്പേഷ്യസ് ആണ് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ റേറ്റും കുറവാണ്, 188 രൂപ ഇതിൻ്റെ റേറ്റ്. ഈ സമയത്ത് ഇഷ്ടമുള്ള യൂണിക്കോൺ. പിന്നെ വന്നിട്ട് ഏതിന് ഇഷ്ടമുള്ള സ്പേസ്. ഇതിനകത്ത് നല്ല സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 175 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സ്കൂൾ ഓപ്പണിംഗ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടിഫിൻ ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സ്പേസിൻ്റെതും ഇസാമയ്ക്കൊരു യൂണിക്കോണിൻ്റെതും. അപ്പോൾ അത് വരുമ്പോഴത്തേനും ഞാൻ അതും കൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കൊച്ചുങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുറച്ചാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ബൈ, സീ യു.